നമസ്കാരം. ഞാനിന്ന് കണ്ടൊരു വാർത്തയാണ്. നമ്മുടെ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ സാറ് നമ്മുടെ KSRTCയുടെ ഡിപ്പോയിലേക്ക് വിളിച്ചിട്ട് അവിടുത്തെ വാഹനത്തിനെ പറ്റി അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി നൽകാത്ത 9ഓളം വരുന്ന ഈ പറയുന്ന കണ്ടക്ടർമാർക്ക് സസ്പെൻഷൻ കൊടുത്തൊരു വാർത്തയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇതൊക്കെ നല്ലൊരു അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്. ആദ്യം ഞാൻ ആ വാർത്ത എന്താണെന്നുള്ളതൊന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം ഞാൻ എന്തിനാണ് വന്നതെന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് ആദ്യം വാർത്ത കണ്ടു നോക്കാം. KSRTC കൺട്രോൾ റൂമിലേക്ക് യാത്രക്കാരൻ എന്ന പേരിൽ ഫോൺ ചെയ്ത് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ കൃത്യമായി മറുപടി നൽകാത്ത 9 കണ്ടക്ടർമാരെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ വിഴിഞ്ഞത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ മന്ത്രി ചില സുപ്രധാനമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തി. ഈ കൺട്രോൾ റൂം എന്ന് പറയുന്ന സംവിധാനത്തിൽ കുറച്ച് പേർ ജോലിയൊക്കെ ചെയ്യാതിരിക്കുകയാണ്. ഇതൊക്കെ ഒരു ഇപ്പോൾ സാങ്കേതിക യുഗമാണ്. അതുകൊണ്ട് ഇതൊരു ആപ്പിലേക്ക് മാറ്റുകയാണ്. ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പരാതി പറയാനും ഒക്കെ സംവിധാനമുള്ള ഒരു ആപ്പിലേക്ക് ഈ സംവിധാനം മാറ്റുകയാണെന്നൊക്കെ മന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ കൺട്രോൾ റൂം എത്തരത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് വിലയിരുത്താൻ ഓഫീസിലുള്ളപ്പോൾ തന്നെയാണ് മന്ത്രി വിളിച്ചത്. ആദ്യം വിളിച്ചു, ആരും ഫോൺ എടുത്തില്ല. പിന്നീട് വിളിച്ചപ്പോൾ കൃത്യമായ മറുപടി മന്ത്രി ഒരു യാത്രക്കാരൻ എന്ന രൂപത്തിൽ വിളിക്കുകയും ചില സംശയങ്ങൾ ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി ലഭിക്കുകയും ചെയ്തില്ല. തുടർന്നാണ് KSRTC CMDയെ വിളിച്ചിട്ട് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരെ അവരെ മാതൃവകുപ്പിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. അത്തരത്തിൽ ഈ കണ്ടക്ടർമാരാണ് ഇത്തരത്തിൽ ഈ കൺട്രോൾ റൂമിൽ പ്രവർത്തിക്കുന്നത്. ഇത് നല്ലൊരു വാർത്ത തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ KSRTCയിൽ ഇരിക്കുന്നവന്മാർ കാണിക്കുന്ന തന്തയില്ലായ്മയുണ്ടല്ലോ. വ്യക്തമായിട്ടുള്ള മറുപടി തരാൻ അവന്മാരെ കൊണ്ട് സാധിക്കുകയില്ല. അവന്മാരൊരുമാതിരി പുച്ഛത്തോടു കൂടിയാണ് പറയുന്നത്. നീ വേണം അവിടെ പോയി നോക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അടിച്ച് കൊല്ലാൻ തോന്നുന്നു ആ സമയത്ത് ഇവന്മാരെയൊക്കെ. അങ്ങനെയുള്ള സ്വഭാവമാണ് ഇവന്മാരുടെ എല്ലാം. അതിന് തക്കതായ മറുപടി കൊടുക്കുന്നതാണ് കെ.ബി. ഗണേഷ് കുമാർ ചെയ്തൊരു കാര്യം. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പട്ടത്ത്, അതായത് നമ്മുടെ തലസ്ഥാന നഗരിയുടെ മധ്യസ്ഥാനത്തുള്ള പട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് 2 ബസ് സ്റ്റോപ്പുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ചതും ഒന്ന് പഴയതുമാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും ഇരിക്കാനുള്ള സംവിധാനമൊന്നുമില്ല. പക്ഷേ 2 ബസ് സ്റ്റോപ്പ് അവിടെ ഉണ്ട്. പക്ഷേ ബസ് നിർത്തുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. അത് എവിടെയാണെന്നുള്ളത് ഞാൻ ആ ഒരു വീഡിയോ ഇതിൻ്റെ താഴെ ഒന്ന് പ്ലേ ചെയ്യാം. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഒരു സംശയം, സാധാരണ ബസ്സുകളെല്ലാം നിർത്തേണ്ടത് ബസ് സ്റ്റോപ്പുകളിലാണ്. പക്ഷേ പട്ടത്തൊരു 2 ബസ് സ്റ്റോപ്പ് ഉണ്ട്, അത്യാധുനിക രീതിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്നതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ 2 ബസ് സ്റ്റോപ്പുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഈ ബസ് നിർത്തുന്ന സ്ഥലം PSC ഓഫീസിന്റെ നേരെ ഫ്രണ്ടിലാണ്. അവിടെയാണ് എല്ലാവരും നിൽക്കുന്നതും, അവിടെയാണ് ബസ് നിർത്തുന്നത്, അവിടെ ബസ് നിർത്തുകയുള്ളൂ. അപ്പോൾ അവിടെ നിർത്തി ആളുകളെ കയറ്റിക്കൊണ്ട് പോകും. അതേസമയം അവിടുന്ന് വണ്ടി കുറച്ച് മുന്നിലേക്ക് എടുത്ത് ആ ബസ് സ്റ്റോപ്പിന് എടുത്ത് നമ്മൾ വല്ലതും നിന്നിട്ട് ഒന്ന് ജസ്റ്റ് കൈ കാണിക്കുകയാണെങ്കിൽ ഉമ്മാർ ബസ് നിർത്താതെ എടുത്തുകൊണ്ട് ഒറ്റ പോക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഗതാഗത മന്ത്രി ഇതുകൂടി ഒന്ന് നോക്കുക. നമ്മുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള പട്ടത്ത് തന്നെ, അതായത് നമ്മുടെ തലസ്ഥാനത്തിൻ്റെ മധ്യഭാഗത്തുള്ള പട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനത്തെ പരിപാടികൾ നടക്കുന്നുണ്ട്. അത് പല സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ പട്ടത്ത് മാത്രമാണ് ഞാനിത് കണ്ടത്. ബസ് സ്റ്റോപ്പ് ഉണ്ടായിട്ട് ബസ് സ്റ്റോപ്പിൽ നിർത്താതെ ബസ് തോന്നിയ സ്ഥലങ്ങളിൽ നിർത്തിക്കൊണ്ട് ഇവന്മാർ കാണിക്കുന്ന ഒരു പരിപാടിയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത്. ഇതിനുകൂടി എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.